ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഈ സ്റ്റോറി മുഴുവൻ ഞാൻ എൻ്റെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്ത BTS ഇൻസ്പയർഡ് ഹൊറർ ഫിക്ഷൻ ആണ്. അപ്പോൾ ആരും സീരിയസ് ആയി എടുക്കണ്ട. ഇനി ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഹൊറർ മോഡിൽ ഇന്ന് വീഡിയോ കണ്ടോക്ക്. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാപാത്രങ്ങളായ ഈ താരങ്ങളെ കാണിച്ചുകൊണ്ടാണ്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. BTS മെമ്പേഴ്സൊക്കെ പഠിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ അവർക്കൊരു ഹോസ്റ്റൽ വേണം നിന്ന് താമസിക്കാനായിട്ട് 7 പേർക്കും. അങ്ങനെ ഹോസ്റ്റൽ തപ്പി നടക്കുന്ന സമയത്താണ് നമ്മൾ ജിമിൻഷി പറഞ്ഞത് നമുക്കൊരു ഹോസ്റ്റൽ കിട്ടിയിട്ടുണ്ട് എന്ന്. ജിമിൻഷി പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കെയർ ഓഫിലൊരു ഹോസ്റ്റലുണ്ട്, നമുക്ക് അവിടെ ചെന്ന് നിൽക്കാമെന്ന്. അതൊരു പഴയ ഹോസ്റ്റലാണ്, എന്നാലും നമുക്കവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അന്ന് രാത്രി ആ വെള്ളിയാഴ്ച രാത്രി തന്നെ അവർ പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ലഗേജൊക്കെ പാക്ക് ചെയ്ത് കാറിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് അവർ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അന്നൊരു മഴ പെയ്യണ രാത്രിയായിരുന്നു. കാർ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിർത്തി. ആറം ചോദിച്ചു, ഇത് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം തന്നെയാണോ എന്ന്. ഇത് ഹോസ്റ്റലാണോ അതോ ഹോണ്ടഡ് ഹൗസാണോ എന്ന്. ബിൽഡിംഗ് മുഴുവനും ഡാർക്കായിരുന്നു. ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. മെമ്പേഴ്സ് ആദ്യം തമാശയാക്കി എടുത്തു. പക്ഷെ അകത്ത് കയറിയതോടെ അറ്റ്മോസ്ഫിയർ ടോട്ടലി മാറി. എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോഴായിരുന്നു ഓൾഡ് കെയർ ടേക്കർ സ്ലോലി നടന്നു വന്നത്. അവരുടെ സൗണ്ട് ഭയങ്കര ക്രീപ്പി ആയിരുന്നു. കെയർ ടേക്കർ പറഞ്ഞു, റൂം നമ്പർ 7 രാത്രി 12 മണി കഴിഞ്ഞാൽ തുറക്കരുത്. എല്ലാവരും ഒന്ന് നിശബ്ദരായി. ജങ്കുക്ക് ചോദിച്ചു, അതിലെന്താണ് ഉള്ളതെന്ന്. കെയർ ടേക്കർ പറഞ്ഞു, ആ റൂമിൽ ആരോ ഇന്നും ജീവിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദരായി. ആ റൂമിൽ ആരാണ് ഉള്ളത് ചോദിച്ചു. അതൊന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, എന്തോ ആത്മാവോ ഗോസ്റ്റോ അതെന്തോ ആണെന്ന് പറഞ്ഞു. എല്ലാവരും അന്ന് പേടിച്ചു പോയി. സമയം ഇപ്പോൾ രാത്രി 11:58. മെമ്പേഴ്സ് എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ജെയോബിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. സുഗ ആദ്യമേ ഉറങ്ങിക്കഴിഞ്ഞു. ഈ വിൻഡോയിൽ പുറത്തേക്ക് നോക്കുന്നു. പെട്ടെന്ന് മുകളിലെ ഫ്ലോറിൽ നിന്നൊരു സൗണ്ട്. ആദ്യം അവർ വിചാരിച്ച് ഓൾഡ് ബിൽഡിംഗ് സൗണ്ട് ആണെന്ന്. അവർ ആദ്യം വിചാരിച്ച് ഓൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ശബ്ദമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ആരുടെയോ കാൽപാദങ്ങളുടെ ശബ്ദം സ്ലോ ആയി അടുത്തേക്ക് വരുന്നത് പോലെ. സമയം ഇപ്പോൾ 12:07. ഡോർ സ്ലോലി തുറക്കുന്നൊരു സൗണ്ട്, ക്രീക്ക്. റൂം നമ്പർ 7 തുറന്നിരിക്കുന്നു. ജങ്കുക്ക് ചോദിച്ചു, നമ്മളെല്ലാവരും ഇങ്ങനെ തുറന്നോന്ന്. എല്ലാവരും പറഞ്ഞു ഇല്ലാന്ന്. ഡോർ അകത്തുനിന്ന് കംപ്ലീറ്റ് ഡാർക്കായിരുന്നു. പക്ഷേ അകത്തു നിന്ന് ആരോ ബ്രീത്തിങ് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കാമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും നിലവിളി കേട്ടിട്ട് കെയർ ടേക്കർ അവിടേക്ക് വീണ്ടും വന്നു. അവന് സ്ലോലായിട്ട് പറയാണ്. കഥ തുടങ്ങുകയാണ് ഇവിടെ. ആ 8ാമത്തെ ആളുടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനി ഈ റൂമിൽ മരിച്ചു. അവൻ എന്നും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഒരു ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലടി ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് വരുന്ന പോലെ. അടുത്തേക്ക് വരുന്നു, പിന്നെ അടുത്തേക്ക് വരുന്നു. ലൈറ്റ് വന്നപ്പോൾ വീണെ കാണാനില്ല. എല്ലാവരും പേടിച്ചു പോയി. അവസാനം റൂം നമ്പർ 7 നിന്ന് ഒരു പാട്ടിൻ്റെ ശബ്ദം സ്ലോ ആയിട്ട്. മെമ്പേഴ്സ് ഡോറ് തുറന്നു നോക്കി. അതിൻ്റെ കോർണറിൽ ഇരിക്കുന്നു. അവൻ സ്ലോലി ആയിട്ട് തല പൊക്കി. എന്നിട്ട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, നമ്മുടെ പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു അവർക്ക് വേണ്ടത് നമ്മളെ മെമ്പേഴ്സിൽ ഒരാളെയാണെന്ന്. അതിന് അവസാന ഘട്ടത്തിൽ BTS ഉറങ്ങാതിരുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഹോസ്റ്റൽ വിട്ട് പോകണമായിരുന്നു. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. രാവിലെ ആയപ്പോൾ തന്നെ മെമ്പേഴ്സ് പെട്ടിങ് അടക്കിയെടുത്തിട്ട് ഹോസ്റ്റൽ വിട്ടിറങ്ങി. അവർ വണ്ടിയിൽ കയറി.
അങ്ങനെ വണ്ടി കയറി വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോസ്റ്റലിൻ്റെ ആ റൂംസ് ആൻഡ് വിൻഡോയിലോട്ട് നോക്കിയപ്പോൾ ഒരു ഷാഡോ ഇങ്ങനെ വേവ് ചെയ്യുന്നു. അങ്ങനെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇങ്ങനത്തെ ഹൊറർ സ്റ്റോറി FF സീരീസൊക്കെ വേണമെങ്കിൽ താഴെ കമൻ്റ് അറിയിച്ചാൽ മതി. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.